ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ, മോർണിംഗ് ചലഞ്ചിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം ആരുടെ? പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം ആരുടെ? വില്യം ജെയിംസിൻ്റെതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവായ വില്യം ജെയിംസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവെന്നും അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം ആരുടെ എന്ന് ചോദിച്ചാൽ വില്യം ജെയിംസിൻ്റെതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം വില്യം ജെയിംസിൻ്റെതാണ്. അടുത്തത്, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഗ്രന്ഥം ആരുടെ? നമുക്കറിയാം, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് വൈകാരിക ബുദ്ധി എന്ന ആശയത്തിനെ ലോകമെമ്പാടും പ്രചരിച്ചത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഗ്രന്ഥം ആരുടെ എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ഡാനിയൽ ഗോൾമാൻ്റെയാണ്. ഇമോഷണൽ ഇന്റലിജൻസ്. എന്നാൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പദം ഏറ്റവും ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പീറ്റർ സലോവി, ജോൺ മേയർ എന്നിവർ ചേർന്നാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇമോഷണൽ ഇന്റലിജൻസ് ആരുടേതാണ്? ഡാനിയൽ ഗോൾമാൻ്റെയാണ്. എന്ന ഗ്രന്ഥം ഡാനിയൽ ഗോൾമാൻ്റെയാണ്. ഈ ഗ്രന്ഥത്തിലൂടെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്ന ആശയം ലോകമെമ്പാടും പ്രചരിച്ചത് എന്നും കൂടി പഠിച്ചു വയ്ക്കുക. സെലക്ടഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന ഗ്രന്ഥം ആരുടെ? സെലക്ടഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന ഗ്രന്ഥം വൈഗോട്സ്കിയുടേതാണ്. സെലക്ടഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന ഗ്രന്ഥം വൈഗോട്സ്കിയുടെയാണ്. സെലക്ടഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് വൈഗോട്സ്കിയുടെ ഗ്രന്ഥമാണ്. അടുത്തത്, സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം ആരുടെ? സാമൂഹിക ജ്ഞാന നിർമ്മിതിയുടെ മറ്റൊരു പേരാണ് സാമൂഹിക വിജ്ഞാന സൃഷ്ടി. സാമൂഹിക ജ്ഞാന നിർമ്മിതിയുടെ മറ്റൊരു പേരാണ് സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. സാമൂഹിക ജ്ഞാന നിർമ്മിതിയുടെ മറ്റൊരു പേരാണ് സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൽ സമൂഹവുമായുള്ള ഇടപഴകലിലൂടെ പഠനം നടത്തണം എന്ന് അഭിപ്രായപ്പെട്ടു അദ്ദേഹം. ഓക്കെ, അതായത് സമൂഹവുമായുള്ള ഇടപഴകലിലൂടെ കുട്ടി സ്വയം അറിവ് നിർമ്മിക്കണം എന്ന കൺസെപ്റ്റ് ആയിരുന്നു ആരുടെ? വൈഗോട്സ്കിയുടെ. അപ്പൊ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം അല്ലെങ്കിൽ സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം ആരുടെയാണെന്ന് ചോദിച്ചാൽ വൈഗോട്സ്കിയുടെയാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അഥവാ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിനെ കുറിച്ചും സ്കഫോൾഡിങ് അഥവാ കൈത്താങ്, ബ്രൂണറും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്കഫോൾഡിങ് അഥവാ കൈത്താങ്ങിനെ കുറിച്ചും അദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നത് സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം അഥവാ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 1879 ജർമ്മനിയിലെ ലീപ്സിക് നഗരത്തിൽ ഏറ്റവും ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരാണ്? 1879, ഈ പേരൊന്ന് പഠിച്ചു വെച്ചോണം. ജർമ്മനിയിലെ ലീപ്സിക് നഗരത്തിൽ ഏറ്റവും ആദ്യമായി ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല, അതായത് ഈ മനഃശാസ്ത്രം ശാസ്ത്രീയമായത് ഏകദേശം ഇതൊരു പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ ആരംഭിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതൊരു ഫിലോസോഫിക്കൽ ബ്രാഞ്ചിന്റെ ഭാഗമായിരുന്നു. മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു തത്വശാസ്ത്രത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ അതിനെ ശാസ്ത്രശാഖയാക്കി മാറ്റിയത് വില്യം വൂണ്ടിന്റെ വലിയൊരു മികച്ച പങ്ക് അതിനകത്തുണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹം പരീക്ഷണശാല സ്ഥാപിച്ചു എന്നും അതിൽ പരീക്ഷണങ്ങൾ നടത്തി തുടങ്ങി എന്നുള്ളതും ഇതിനെ ഒരു ശാസ്ത്രമാക്കി മാറ്റുന്നതിൽ ഒരുപാട് വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് വില്യം വൂണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫാദർ ഓഫ് സൈക്കോളജി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കൂടാതെ 1879 ലീപ്സിക് സർവകലാശാലയിൽ സൈക്കോളജിക്കൽ ലബോറട്ടറി ആരംഭിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെന്നറിയപ്പെടുന്നു? മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അവിടെ പോയിന്റ് ആയിട്ട് എഴുതി വയ്ക്കുക, മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ്.
മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്ന പേരിലും കൂടിയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആരാണ്? വില്യം വൂണ്ട്. പഠിച്ചു വയ്ക്കണേ. 1879 ജർമ്മനിയിലെ ലീപ്സിക് സർവകലാശാലയിൽ ഏറ്റവും ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എന്നുകൂടി പഠിച്ചു വയ്ക്കുക. പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം ആരുടെ? ഈ പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം ആരുടെ എന്ന് പഠിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പോയിന്റുകൾ പഠിക്കാം. പ്രവർത്തന അനുബന്ധന സിദ്ധാന്തത്തിന്റെ മറ്റൊരു പേരാണ് പ്രക്രിയ അനുബന്ധനം. എന്താണ് പ്രക്രിയ അനുബന്ധനം? പ്രക്രിയ അനുബന്ധനം. പ്രവർത്തന അനുബന്ധനത്തിന്റെ മറ്റൊരു പേരാണ് പ്രക്രിയ അനുബന്ധനം എന്നറിയപ്പെടുന്നു. ഇത് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ് മക്കളെ? വ്യവഹാരവാദം. വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. വ്യവഹാരവാദത്തിന് കീഴിൽ വരുന്നതാണ് ഇത് പ്രവർത്തന അനുബന്ധനം അഥവാ പ്രക്രിയ അനുബന്ധനം എന്ന് പറയുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്തെന്ന് പറയും? ഒപ്പറന്റ് കണ്ടീഷനിങ് എന്നാണ് വിളിക്കുക. ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഇതിനെ പ്രവർത്തന അനുബന്ധനം എന്ന് വിളിക്കാൻ കാരണം, അതായത് ഈ ഒരു സിദ്ധാന്തത്തിനെ പ്രവർത്തന അനുബന്ധനം എന്ന് വിളിക്കാൻ കാരണം, ഒരു ജീവി അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സാധാരണ വ്യവഹാരവാദത്തിൽ പാവലോവ് ആണെങ്കിലും തൊണ്ടേക്കാണെങ്കിലും ഇറച്ചിയും മീനും കാണിച്ച് മൃഗങ്ങളെ ആകർഷിപ്പിച്ചു. എന്നാൽ ഇവിടെ സ്കിന്നർ ആവട്ടെ കൊടുക്കാനുള്ള ഭക്ഷണത്തിനെ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം ഈ ജീവികളുടെ പ്രവർത്തനത്തിനെ വെച്ചാണ് അദ്ദേഹം പഠനം നടത്തിയത്. മനസ്സിലായി? ഈ ജീവി പ്രവർത്തിക്കുക, ഈ ജീവിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്ത് കിട്ടുന്നത്? ആ ഭക്ഷണം കിട്ടുന്നത്. റീഇൻഫോഴ്സ് എന്നുള്ള രീതിയിലാണ് ഭക്ഷണം കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ജീവിയുടെ, എലിയുടെ ആണെങ്കിലും പ്രാവിന്റെ ആണെങ്കിലും ഈ പ്രവർത്തനങ്ങളെ ആസ്പദമാക്കിയാണ് പഠനം നടക്കുന്നത് എന്നതിനാലാണ് ഈ സിദ്ധാന്തത്തെ പ്രവർത്തന അനുബന്ധനം എന്ന് പറയുന്നത്. സാധാരണ സ്റ്റിമുലസ് കാണിച്ച്, ഭക്ഷണം എന്ന സ്റ്റിമുലസ് കാണിച്ച് മൃഗങ്ങളിൽ നിന്നും റെസ്പോൺസ് മേടിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ഇദ്ദേഹം എന്ത് ചെയ്തു? ആ സ്റ്റിമുലസിനെ ഒളിപ്പിച്ചു വെച്ചു. ആദ്യം എന്ത് ചെയ്തു? റെസ്പോൺസിന് പ്രാധാന്യം കൊടുത്തു. റെസ്പോൺസ് കാണിച്ചാണ് സ്റ്റിമുലസ് പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് ARS ബന്ധം, SR ബന്ധത്തെ RS ബന്ധമാക്കി മാറ്റിയ പഠന സിദ്ധാന്തമാണ് പ്രവർത്തന അനുബന്ധനം അഥവാ പ്രക്രിയ അനുബന്ധനം അഥവാ ഒപ്പറന്റ് കണ്ടീഷനിങ്. ആരുടേതാണ്? സ്കിന്നറുടേതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ബിഹേവിയറിസം എന്ന സ്കൂൾ ആരംഭിച്ചത് ആരാണ്? വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം നമുക്കറിയാം 1913 അമേരിക്കയിൽ ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദം രൂപം കൊള്ളുന്നത്. 1913 അമേരിക്കയിലാണ്. ശേഷം 1919 സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്നൊരു ഗ്രന്ഥം JB വാട്സൺ എഴുതുകയാണ്. ഈ ഗ്രന്ഥത്തിലൂടെ ഈ വ്യവഹാരവാദം എന്നുള്ള സംജ്ഞ ലോകമെമ്പാടും പ്രചരിക്കുകയാണ്. ഇങ്ങനെ ഈ വ്യവഹാരവാദത്തിനെ ലോകമെമ്പാടും പ്രചരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഈ JB വാട്സൺ ആണ്. ശരിക്കും പറഞ്ഞാൽ വ്യവഹാരവാദം എന്ന പദം കൊണ്ടുവന്നത് വില്യം മക്ഡൂഗലും പിൽസ്ബെറിയുമാണ്. എന്നിരുന്നാൽ പോലും ഈ വ്യവഹാരവാദം സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ആ ടെക്സ്റ്റിന്റെ പേര് എഴുതി വെച്ചോളൂ. സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ്. സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന ഗ്രന്ഥത്തിലൂടെ 1919 JB വാട്സൺ വ്യവഹാരവാദം എന്ന സംജ്ഞ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നത്. അന്നു മുതൽ അദ്ദേഹം ബിഹേവിയറിസ്റ്റ് സ്കൂളിന്റെ ഉപജ്ഞാതാവ് അല്ലെ ഫാദർ ഓഫ് ബിഹേവിയറിസ്റ്റ് സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വില്യം വൂണ്ടിന്റെ കാലഘട്ടം ഏതാണ്? നമുക്കറിയാം മനഃശാസ്ത്രത്തിന്റെ പിതാവ്, മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ്, മനഃശാസ്ത്രത്തിനെ ശാസ്ത്രമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി, മനഃശാസ്ത്രത്തിന് അദ്ദേഹം കൊടുത്ത സംഭാവനകൾ, ഘടനാവാദം, ആത്മപരിശോധനാ രീതി അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ടിച്നർ ഈ ശാസ്ത്ര വിഭാഗങ്ങളെയൊക്കെ വികസിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഏതൊരു വ്യക്തിയും പഠനം തുടങ്ങുമ്പോൾ, മനഃശാസ്ത്ര പഠനം തുടങ്ങുമ്പോൾ വില്യം വൂണ്ടിലാണ് തുടങ്ങുന്നത്. കൂടാതെ വില്യം വൂണ്ട് വില്യം ജെയിംസും കൂടെ ചേർന്ന് മനഃശാസ്ത്രത്തെ എന്താണ് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന് നിർവചിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സംഭാവനകൾ, അതായത് ഘടനാവാദം, മനഃശാസ്ത്ര ചിന്താധാരയായ ഘടനാവാദം, മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ആദ്യത്തെ രീതിയായ ആത്മപരിശോധനാ രീതി ഇവയൊക്കെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തു. മനഃശാസ്ത്രം ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചു. മനഃശാസ്ത്രം എന്താണ്?
ബോധമണ്ഡലത്തിന്റെ, അദ്ദേഹം മാത്രമല്ല വില്യം ജെയിംസും ഉണ്ട് കേട്ടോ, ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന് നിർവചിച്ച വ്യക്തിയാണ് ആര്? വില്യം വൂണ്ട് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവർത്തന മേഖലകൾ, അദ്ദേഹത്തിന്റെ ഒരു സംഭാവന എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷണശാല, മനഃശാസ്ത്ര പരീക്ഷണശാല, മനഃശാസ്ത്ര പരീക്ഷണശാല, മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അപ്പൊ ഇത്രയും വില്യം വൂണ്ടിന്റെ സംഭവങ്ങളാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ 19-ാം നൂറ്റാണ്ട്. 19-ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ആത്മപരിശോധനാ രീതി ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ആത്മപരിശോധന, സ്വയം ഉള്ളിലേക്ക് നോക്കുക എന്നർത്ഥം വരുന്ന ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്കിൽ നിന്നാണ് ആത്മപരിശോധന. ഒരു വ്യക്തിയുടെ മാനസിക പ്രതിഭാസങ്ങളെ അയാൾ തന്നെ പരിശോധിച്ച് വിശകലനം ചെയ്യുന്ന രീതിയാണ് ആത്മപരിശോധനാ രീതി. ആത്മപരിശോധനാ രീതി എന്നാൽ എന്ത്? ഒരു വ്യക്തിയുടെ മാനസിക പ്രതിഭാസങ്ങളെ അല്ലെ മാനസിക പ്രക്രിയകളെ ആ വ്യക്തി തന്നെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന രീതിയാണ്, അല്ലെ സ്വയം പരിശോധിച്ച് മനസ്സിലാക്കുന്ന രീതിയെയാണ് ആത്മപരിശോധന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആത്മപരിശോധനാ രീതി ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം വൂണ്ടാണ്. ഇതിനകത്തൊരു നെഗറ്റീവ് വശം എന്താണെന്ന് ചോദിച്ചാൽ, ബോധമില്ലാത്ത പിള്ളേരുണ്ടല്ലോ, അതായത് ചെറിയ കുട്ടികൾ, അവർക്കും അതോടൊപ്പം തന്നെ അപസമായോജന, മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രീതി. അതായത് ഞാനിപ്പോൾ സാധാരണ രീതിയിൽ വർക്ക് ചെയ്യാം, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മാനസിക പ്രശ്നം വന്നതെന്ന് എനിക്ക് സ്വയം എന്നിലേക്ക് നോക്കി നിരീക്ഷിക്കാൻ പറ്റും. എന്നാൽ മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള, ഞാനിപ്പോൾ സ്ട്രെസ്സാണ്, ഞാൻ ഡിപ്രഷനിലേക്ക് പോവാന്നൊക്കെ നമ്മൾ പറഞ്ഞു പോവാറില്ലേ, ആ ഒരു സ്റ്റേറ്റിലാണ് എനിക്ക് വിശകലനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപസമായോജിതൻ അല്ലെ വിഡ്രോവൽ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? സ്വാഭാവികമായിട്ട് നമ്മൾ വെർത്തീമറുടെ പേര് പറയും, പക്ഷെ വെർത്തീമർ അല്ല. ജസ്റ്റാൾട്ടിന്റെ ഉപജ്ഞാതാവ്, സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ വെർത്തീമർ ആണ്. ഓക്കെ, സമഗ്രതാവാദം രൂപം കൊണ്ട രാജ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ്. സമഗ്രതാവാദം രൂപം കൊണ്ട വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 912 ആണ്. ഇതൊന്നുമല്ല ചോദ്യം. ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയ, എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് വൂൾഫ് ഗാങ് കോഹ്ലർ. വൂൾഫ് ഗാങ് കോഹ്ലറുടേതാണ് ഏത്? ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന ഗ്രന്ഥം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയത് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ് ആണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഗ്രന്ഥം ഡാനിയൽ ഗോൾമാന്റെയാണ്. സെലക്ടഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന ഗ്രന്ഥം വൈഗോഡ്സ്കിയുടേതാണ്. സെലക്ടഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് വൈഗോഡ്സ്കി. സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം ആരുടെ? സാമൂഹിക ജ്ഞാനനിർമ്മിതിയുടെ മറ്റൊരു പേരാണ് സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. ആരുടേതാണ്? വൈഗോഡ്സ്കിയുടേതാണ്. വൈഗോഡ്സ്കി. 1879 ജർമ്മനിയിലെ ലീപ്സിക് നഗരത്തിൽ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരാണ്? വില്യം വൂണ്ടാണ്. അദ്ദേഹം മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്തത് പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം. പ്രവർത്തന അനുബന്ധനത്തിന് മറ്റൊരു പേരാണ് പ്രക്രിയ അനുബന്ധനം അഥവാ ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. വ്യവഹാരവാദത്തിന് കീഴിൽ വരുന്ന ഒരു പഠന സിദ്ധാന്തമാണ് പ്രവർത്തന അനുബന്ധനം എന്ന് പറയുന്നത്. ഇതിൽ സ്കിന്നർ ആണ് ഇതിന്റെ വക്താവ്. പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാൽ ഉത്തരം സ്കിന്നറുടേതാണ്. അദ്ദേഹം എന്ത് ചെയ്തു? സാധാരണ വ്യവഹാരവാദം എല്ലാം SR ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. അദ്ദേഹം അതിനെ RS ബന്ധമാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ബിഹേവിയറിസം എന്ന സ്കൂൾ ആരംഭിച്ചത് ആരാണ്? ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ്. JB വാട്സൺ ആണ്. 913 അമേരിക്കയിൽ ബിഹേവിയറിസം നിലവിൽ വരുന്നത്. 919 വാട്സൺ എന്ത് ചെയ്തു? സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന ഗ്രന്ഥത്തിലൂടെ എന്താണ് ഈ ബിഹേവിയറിസം എന്ന പദത്തിനെ ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. സോ വ്യവഹാരവാദം എന്ന സംജ്ഞയെ പ്രചരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വാട്സൺ. ബിഹേവിയറിസ്റ്റ് സ്കൂളിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ വാട്സൺ. ഓക്കെ, എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് വാട്സണുമായിട്ടാണ്. പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വില്യം വൂണ്ടിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 19-ാം നൂറ്റാണ്ടാണ്. മനഃശാസ്ത്ര മേഖലയ്ക്ക് തൻ്റെതായ വലിയൊരു സംഭാവന നൽകിയ മനഃശാസ്ത്രജ്ഞനാണ് വില്യം വൂണ്ട്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ആത്മപരിശോധനാ രീതി ആവിഷ്കരിച്ചത് ആരാണ്? വില്യം വൂണ്ടാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ആത്മപരിശോധനാ രീതി ആവിഷ്കരിച്ചത് വില്യം വൂണ്ടാണ്. ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്?
കൊഹ്ലറാണ്. ഓക്കെ, ജസ്റ്റാൾട്ട് നിലവിൽ വന്ന രാജ്യം ജർമ്മനിയാണ്. 912 നിലവിൽ വരുന്നത്. ജസ്റ്റാൾട്ട് എന്ന സമഗ്രതയുടെ ഉപജ്ഞാതാവ് മാക്സ് വെർത്തീമർ ആണ്. പക്ഷേ ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയത് കൊഹ്ലറാണ്. പഠിച്ചു വെക്കണേ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെക്കുക. നോട്ട് എഴുതി തന്നെ പഠിക്കുക. റിവിഷൻ ഉണ്ട് കേട്ടോ. ഒരു 6 ക്ലാസ് കഴിയുമ്പോൾ 7ാമത്തെ ക്ലാസ് നമുക്ക് റിവിഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ തന്നെ ഉടനെ മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.